ഹലോ, ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആക്കിയാലോ. ആദ്യം തന്നെ പരിപ്പിനെ നമുക്ക് കഴുകി കുതിർത്ത് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കൊരു വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇത് ഞാൻ വീട്ടിലെ അമ്മയോട് ചോദിച്ചൊരു റെസിപ്പിയാണ്, പക്ഷേ അമ്മ പറഞ്ഞ രീതിയിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണേ. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഈ ദാലിട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചീറ്റി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളരിക്കയുടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ അകത്തുനിന്ന് ഞാൻ എടുത്ത് കളയുന്ന ഭാഗമുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വട്ടി എന്നാണ് കേട്ടോ പറയുക. വട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വയറെന്നാണേ. അപ്പം നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുന്നത് താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി വെന്ത് വന്ന നമ്മുടെ ദാലിലേക്ക് ഈ വെള്ളരിക്കയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസിലൂടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കാരണം വെള്ളരിക്ക നന്നായിട്ട് ഉടഞ്ഞു വരണേ. ഇത് നമ്മൾ വേറെ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ചെറുതായി മുറിച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ കുക്കറിൽ വെന്ത ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒഴിച്ചുകറി ഇല്ലാതെ എന്ത് ഗുണമല്ലേ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ബൈ ബൈ.